ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിച്ച് സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീർന്ന് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുക എന്നതാണ്. അതേസമയം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം ആരെയും സ്നേഹിക്കാതെ ഈ ലോകത്തു നിന്ന് കടന്നു പോവുക എന്നതാണ്. എന്ത് ത്യാഗം സഹിച്ചും എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ. ദൈവസ്നേഹത്തിൽ നിന്നും ഉദിക്കുന്ന നിസ്വാർത്ഥതയും ത്യാഗമനോഭാവവും ഒരു മനുഷ്യനെ സൗമ്യതയും താഴ്മയും ഉള്ളവനാക്കുന്നു. അവൻ്റെ കർത്താവ് യേശുക്രിസ്തു ആയിരിക്കും. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകവുമായി സ്വീകരിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും ദയാത്മാവിൻ്റെ നിയന്ത്രണത്താൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയും ക്രിസ്തു ചെയ്ത പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു. ഓരോ വിശ്വാസിയിലും യേശുക്രിസ്തുവിലുള്ള ഭാവം ഉണ്ടായിരിക്കണം. ക്രിസ്തു ഒരുവനിൽ ഉളവാകുന്ന നിമിഷം മുതൽ അവന് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ഉണ്ടായിരിക്കും. ഏതു വിധത്തിലെങ്കിലും തന്നിൽ കൂടി ക്രിസ്തുവിനെ മറ്റുള്ളവർ അറിയണമെന്നുള്ള തൻ്റെ ആന്തരിക താല്പര്യം ഭാഗ്യതലത്തിൽ വെളിപ്പെടുത്തും. മനുഷ്യൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ ലക്ഷ്യം, ആഗ്രഹം, ഉദ്ദേശ്യം, ഇച്ഛ ഇവയെല്ലാം വേർതിരിച്ച് വിലയിരുത്തി ദൈവാത്മാവിൻ്റെ സഹായത്താൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ, ദൈവപ്രവൃത്തി കാണുവാൻ അവനെ സഹായിക്കും. ക്രിസ്തുവിൻ്റെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശത്തിനായുള്ള ഉപദേശങ്ങൾക്കും പ്രവൃത്തികൾക്കും ഒരിക്കലും ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുകയില്ല. ഈ അന്ത്യയുഗത്തിൽ ദൈവജനം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ പ്രാപിച്ച് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും മറ്റു കഴിവുകൾ കൊണ്ടും നേട്ടങ്ങൾ കൈവരിച്ച് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാം എന്ന് വിചാരിക്കരുത്. എവിടെ സൗമ്യത, താഴ്മ, അനുസരണം എന്നിവ കാണാൻ കഴിയുന്നുവോ അവിടെയായിരിക്കും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവസന്നിധിയിൽ താഴ്മയോടെ നടന്ന് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്നാണല്ലോ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം. വിനയത്തിൻ്റെ പര്യായമായ കർത്താവിൽ നിന്ന് നമുക്ക് താഴ്മയുടെ പാഠങ്ങൾ പഠിക്കുവാൻ തുടങ്ങാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മീയ ജീവിത വിജയത്തിന് താഴ്മയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അഹങ്കാരവും അധർമ്മവും വെടിഞ്ഞ് താഴ്മയുള്ളവരായിരുന്നാൽ ദൈവകൃപ ഏറെ അനുഭവിക്കാനായിട്ട് കഴിയും.